സ്പോട്ട് ലൈവ് തുടരുന്നു. കൊല്ലം ആര്യങ്കാവിൽ തൊഴിൽ തർക്കത്തിനിടെ വനവകുപ്പ് ഉദ്യോഗസ്ഥനും കൂപ്പ് മാനേജർക്കും യൂണിയൻ നേതാക്കളുടെ ക്രൂരമർദ്ദനം. ആര്യങ്കാവ് ബീറ്റ് ഓഫീസർ രാജേഷിനും മാനേജർ ബിജുവിനുമാണ് മർദ്ദനമേറ്റത്. യൂണിയന്റെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റാ അവരെ കൈകാലം ചൂടിക്ക് മുട്ടാ പറയുന്നത്. ആര്യങ്കാവ് കരയാളർ മെത്ത തേക്ക് തോട്ടത്തിലായിരുന്നു സംഘർഷം. കരാർ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് BMS AITUC പ്രാദേശിക നേതാക്കൾ സ്ഥലത്തെത്തി ഇപ്പോൾ തർക്കമുണ്ടായത്. കൂപ്പ് മാനേജർ ബിജുവിനെ മർദ്ദിച്ചപ്പോൾ പിടിച്ചുമാറ്റാനെത്തിയതോടെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷിനും മർദ്ദനമേറ്റത്. ഞങ്ങൾ ജോലി കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്ന വഴിക്കാണ് ഈ BMSന്റെ നേതാക്കന്മാർ അവർ ഒരു JC കുമാറും സുരേഷ് കുമാറും, പിന്നെ സുരേഷ് കുമാറിനെ പൊടി എന്നും അറിയപ്പെടും, JC കുമാറിനെ കണ്ണനെന്ന ഇവിടെ അറിയപ്പെടുന്നത്. എന്നാൽ രണ്ടുപേരും കൂടെ വളരെ നീയാണോടാ ഇവിടെ ഒരു അസഭ്യം പറഞ്ഞുകൊണ്ട് നീയാണോടാ ഇവിടെ പണി നടത്തുന്ന സാറ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ കരുത്തിന് പിടിച്ച് തെള്ളി. ആ സമയത്ത് ഇത് കരുത്തിന് പിടിച്ച് കിടന്നത് ഈ കണ്ണനാണ്. അദ്ദേഹന് എന്നെ പൊടി വന്ന ആ സമയത്ത് തെള്ളുന്നുണ്ടായിരുന്നു നെഞ്ചത്ത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അടി തെറ്റി വീഴുക. അപ്പം എൻ്റെ ഉള്ള സഹപ്രവർത്തകരും 2 സഹപ്രവർത്തകർ അവർ എന്നെ താങ്ങി എണീപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടെ ഇറങ്ങി വന്ന ഈ പൂപ്പ് നടത്തുന്ന ബിജു യോഹന്ന, അയാളെ വളരെ മൃഗീയമായിട്ട് അതിൻ്റെ വീഡിയോ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ മൃഗീയമായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആക്രമിക്കുകയാണ്. അത് വെച്ചിട്ട് അവിടെ ഞങ്ങളുടെ ജീവനക്കാർക്കെതിരെ വലിയ അസഭ്യപ്രയോഗമൊക്കെ നടത്തുക. അതിനുശേഷം ഈ യവന്മാരുടെ സമ്മർദ്ദപരമായിട്ട് 3 ലോറിയിൽ തടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാലവർഷം ആയിക്കഴിഞ്ഞാൽ ഈ കൂപ്പിലെ ലോഡിംഗ് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഈ തെളിഞ്ഞ കാലാവസ്ഥയിൽ നാളെ കൂപ്പ് അവസാനിക്കുക. അതിനു മുമ്പ് വേണ്ട 400 മീറ്റർ തടി വിവിധ ഡിപ്പോകളിൽ ഇറക്കാനുള്ളതാണ്. അപ്പം ഈ 3 ലോറിയിലായിട്ട് ആദ്യത്തെ ലോഡ് പകുതി കയറ്റി വെച്ചിരിക്കുകയാണ്. ഇവരുടെ ഭീഷണി ഉണ്ടായതുകൊണ്ട്, ജീവനിൽ ഭയം ഉണ്ടായതുകൊണ്ടും തൊഴിലാളികൾ പിന്നെ ലോഡ് കയറ്റാനും തയ്യാറായില്ല. അപ്പോൾ അവർ തയ്യാറാവാത്ത സ്ഥിതിക്കും ഞങ്ങൾക്ക് അത്ര സുരക്ഷ, അവരുടെ കയ്യിൽ നിന്ന് ഭീഷണി ഉണ്ടായതുകൊണ്ടും അന്ന് ജോലി അവസാനിപ്പിച്ച് പോവുകയാണ് ചെയ്തത്. ഇതാണ് ശരിക്കും ഇന്നിവിടെ സംഭവിച്ച കാര്യം. പിന്നെ തുടർന്ന് എനിക്ക് ഈ കഴുത്തിന് നല്ലൊരു വേദന ഉണ്ടായിരുന്നു, വീണതിൻ്റെ ഒരു വേദനയും. അങ്ങനെ തൊട്ടടുത്തുള്ള PHC കഴുതുരുട്ടിയിലാണ്. അവിടെ പോയി പ്രാഥമിക ചികിത്സ നേടി തെന്മല പോലീസ് സ്റ്റേഷനിൽ മേലുദ്യോഗസ്ഥർ മുഖേന പരാതി നൽകിയിട്ടുണ്ട്. RFO സനോജ് തെന്മല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മനോജ് വിവരങ്ങൾ പങ്കുവെക്കും. മനോജ്, പരാതി പോലീസിലുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, രാവിലെ ആര്യങ്കാവിൽ 10 മണിയോടുകൂടിയാണ് തൊഴിൽ തർക്കത്തെ തുടർന്ന് സംഘർഷം ഉണ്ടാകുന്നത്. തൊഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന കരയാളം മെത്താപ്പ് മേഖലയിൽ BMSന്റെയും AITUCയുടെയും യൂണിയന്റെ പ്രാദേശിക നേതാക്കന്മാർ കടന്നു ചെല്ലുകയും വനം വകുപ്പ് ജീവനക്കാരനെയും കരാറുകാരുടെ മാനേജരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആര്യങ്കാവ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷിനും കരാറുകാരുടെ മാനേജർ ബിജുവിനുമാണ് മർദ്ദനമേൽക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരുന്നത് 65 വർഷം പഴക്കമുള്ള തേക്ക് മരങ്ങൾ വെട്ടിയിറക്കുന്ന ജോലികളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. മഴയായതുകൊണ്ട് തന്നെ വളരെ സമയബന്ധിതമായി ദ്രുതഗതിയിൽ നടക്കേണ്ട ജോലിയായിരുന്നു. ഈ ജോലിക്കാണ് ഇപ്പോൾ തടസ്സമുണ്ടാകുന്ന നിലയിൽ ഇവിടെ തർക്കവും കയ്യാങ്കളിയും അവതരിച്ചത്. ആര്യങ്കാവ് കരയാളർ മെത്ത് 1964 തേക്ക് തോട്ടത്തിലായിരുന്നു ഈ സംഘർഷം. മർദ്ദനത്തിനിരയായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ്, മാനേജർ ബിജു എന്നിവർ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ 400 മീറ്റർ തടിയാണ് ഇനി കയറ്റി അയക്കുവാനായി ഉണ്ടായിരുന്നത്. രാവിലെ 3 ലോറികളിലായി ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂണിയൻ നേതാക്കന്മാർ ഇവിടെ എത്തി തടസ്സപ്പെടുത്തി സംഘർഷം ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് ലോഡിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് ജീവനക്കാർ തെന്മല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വനിതാ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർക്ക് നേരെയും അസഭ്യം പറഞ്ഞതായും പരാതിയിൽ പറയുന്നു. തെന്മല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി, മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലം ആര്യങ്കാവിലാണ് ഈ സംഭവം ഉണ്ടായത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് 3 കാണാം. അശ്വതി ചേരും.